ആരോടും പോയി പറയരുതീ കഥ. എടി മാനേ, പുള്ളി ഏത് നാട്ടിലാണെൻ്റെ അപ്പോ, എന്ന് നടന്നതാണെൻ്റെ അപ്പോ, ഏതോ രാജകൊട്ടാരത്തിനകത്തൊരു. ഹലോ. ഓ, പ്രിൻസസ് ഓഫ് അശ്വതി നഗർ, ആർ യു റൗണ്ട് ദ കോളനി? യാ. ഈ മുതുമുത്തശ്ശൻ പണി മുടക്കിയോ? നോ നോ നോ, ഹി വാണ്ട്സ് എ കംപ്ലീറ്റ് ഓവർ ഹാൻഡ്ലിംഗ്. മൊത്തത്തിൽ ഒരു പൊളിച്ചു പണി. പപ്പയെ പേടിച്ചിട്ടാണോ പിന്നെ വരാതിരുന്നേ? നെവർ. നൈസ് മാൻ. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ടില്ല കുട്ടാ, കണ്ടിട്ടില്ല. ആ പിന്നെ മോൾക്ക് തരാൻ യാത്ര തീരാത്ത തീവണ്ടി എന്ന നോവലിന്റെ ഒരു കോപ്പിക്ക് വേണ്ടി ഞാൻ വീടാകെ പരതി. ബട്ട് ലോസ് ഫോർ എവർ. എന്തായിരുന്നു സബ്ജക്ട്? That question is very very good. കാത്തിരിപ്പ്. പ്രണയം കാത്തിരിക്കുന്നവർ, മഴ കാത്തിരിക്കുന്നവർ, മരണം കാത്തിരിക്കുന്നവർ, മംഗല്യം കാത്തിരിക്കുന്നവർ. റിയലി വണ്ടർഫുൾ. എന്റെ പുതിയ നോവൽ കൂടാരം നഷ്ടപ്പെട്ടവർ. ഇറ്റ് മസ്റ്റ് ബ്രേക്ക് ഓൾ ദി റെക്കോർഡ്സ്. അതിനുവേണ്ടി ഈ കോണിലെ ഓരോരോ മനുഷ്യരെയും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരാളൊഴുകി. അതാരാണ്? മോളോട് അസൂയയുള്ള ഒരാൾ. ഗായത്രിയാണോ? എന്തറിയണം? ഞാൻ പറഞ്ഞുതരാം. പ്രണയ പരാജയം. കാമുകൻ കൊലപാതകയാണ്. ആ പ്രണയം ഞാനൊരു നോവലാക്കും. കൊലക്കാരിൽ നിന്നൊരു പ്രണയ ഗാനം. എങ്കിൽ ഈ കോളനിയിലെ പലരും അതിലെ കഥാപാത്രങ്ങളാകേണ്ടി വരും. കാമുകന്റെ അസിസ്റ്റന്റ് റോബിൻ, ജാമ്യത്തിലിറക്കിയ അനൂപ്, അതിന് പണം നൽകി ഞാനും, അങ്ങനെ പലരും. താങ്ക് യു മോളെ. ബൈ ബൈ. ബൈ. കള്ളന്റെ ശല്യം ഈ കോളനിയിൽ മാത്രമല്ല, ലോകത്തെല്ലാ ഭാഗത്തുമുണ്ട്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ. ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായി. അമേരിക്കയിൽ മുന്നോടി തുടങ്ങി. പപ്പ, കോളനിയിലെ ആൾക്കാരെ വിളിച്ചു വരുത്തിയ കാര്യം പറയുന്നേ. ഐ ആം കമ്മിങ് ടു ദ പോയിന്റ്. ഇദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമല്ല, ശാസ്ത്രബോധമുള്ള ഒരു വ്യക്തി കൂടിയാണ്. എന്റെ സ്വപ്ന പദ്ധതിയായ മണിമുഴക്കം യാഥാർത്ഥ്യമാക്കിയത് മിസ്റ്റർ ജെ.വി. തെക്കേപ്പാടമാണ്. താങ്ക് യു മിസ്റ്റർ ജെ.വി. തെക്കേപ്പാടം. ഓക്കേ, താങ്ക് യു. അടുത്ത ഭ്രാന്തൻ. ഈ കോളനിയിൽ എല്ലാവരുടെയും ബയോമെട്രിക് ഡേറ്റ എടുത്ത് ഈ സെൻസറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഏത് കള്ളം വന്നാലും ഇവൻ നമ്മളെ അറിയിക്കും. നോ 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 നോ, നീ സംസാരിക്കരുത്. നീ കാരണമാണ് എല്ലാ കാര്യങ്ങളും കുളമായത്. മണിമുഴക്കം പദ്ധതിയുടെ ഉദ്ഘാടനം ബഹുമാനായ ജെ.വി. തെക്കേപ്പാടം നിർവഹിക്കും. പ്ലീസ് യെസ് മിസ്റ്റർ മുന്നോടിജി. കോളനി നിവാസികൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നു. ഓ ജീസസ്. ഞാൻ ഇതും ഒരു നോവലാക്കും. എന്നെ കുറിച്ച് കുറച്ചു കാലം കൊണ്ട് തന്നെ ഈ കോളനിയിലെ ഏത് വീട്ടിലേക്കും ഏത് സമയവും അതിക്രമിച്ച് കയറാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്ന നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാനത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മുന്നോടിയുടെ ഭ്രാന്തിന് ഓരോരോ കൂട്ട് കിട്ടുന്നത് നോക്കണേ. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എൻ്റെ ജീവിതം. സങ്കടമായാലും സന്തോഷമായാലും എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. നിന്റെ ജീവിതത്തിലേക്ക് നീ ക്ഷണിച്ചപ്പോഴെല്ലാം എനിക്ക് പേടിയായിരുന്നു. നിനക്ക് എന്നെ പേടിയോ? നിന്നെ അല്ല, നിന്നെ ഓർത്ത്. നീ അറിയുന്ന ഗായത്രി അല്ല ശരിക്കുള്ള ഗായത്രി. നീ തെളിച്ച് പറയേ. ഒരാളെ തേടിയാ ഞാൻ ഈ നഗരത്തിലേക്ക് വന്നത്. ആദ്യം അയൽക്കാരിലേക്കും പിന്നീട് കോളേജ് ഹോസ്റ്റലിലേക്കും
മുടങ്ങാതെ എത്തിയിരുന്ന മണി ഓർഡറുകളിലൂടെയാണ് ഞാൻ എൻ്റെ ചേട്ടനെ അറിഞ്ഞിരുന്നത്. പണത്തിൻ്റെ വില അറിയാത്ത കൂട്ടുകാർക്കിടയിൽ എഞ്ചിനീയറിംഗ് എങ്ങനെയോ കടന്നുപോയി. ക്യാമ്പസ് സെലക്ഷൻ പോലും ഉപേക്ഷിച്ച് ഞാൻ ഈ നഗരത്തിലേക്ക് വന്നത് ചേട്ടനെ കാണാനും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുമാണ്. നിനക്കറിയാം അയാളെ. അയാളെ തേടിയാ ഞാനന്ന് ചേരിയിലെത്തിയത്. വിട്ടുകളാ, അവര് പിള്ളേരല്ലേ, അവർക്കറിയില്ലല്ലോ നമ്മുടെ ലോകം. പിന്നാലെ പോയി വേട്ടയാടാൻ പറ്റിയ ഇരകളൊന്നല്ലല്ലോ അവർ. ഇവിടെ കയറി ഞങ്ങളെ നാണം കെടുത്തിട്ട് പോകാനാണ് നിങ്ങളുടെ പ്ലാൻ? വരണ്ട. തൊലിവെളുപ്പുള്ള പെൺകുട്ടികളെ കാണുമ്പോ കടിച്ചു കീറി നക്കി തുടച്ച് ഓടി മറയുന്ന നിന്നെ പോലുള്ള ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത ഈ പാവം ചേരി നിവാസികളുടെ തലയില് ആവാസന്മാരുടെ തലപ്പാവ് ചാർത്തി കൊടുക്കുന്നത്. എണീറ്റ് പോടാ പോനെ. ശരത്, എനിക്കിവിടെ ഇറങ്ങണം. ഇനി ശരത്ത് പൊയ്ക്കോളൂ. ശരി. നീ എന്റെ പിന്നാലെ കൂടരുത്, അപകടത്തിൽപ്പെട്ടേക്കും. എന്റെ ലോകവും മാർഗവും വേറെ, അതിൽ തലയിട്ട് കുഴപ്പത്തിലാവരുത്. ചിതൽ വിശംബരന്റെ പരമ്പര ഭൂമിയിൽ ജീവന്റെ അവസാന കണിക വരെ ഉണ്ടാവണം. ഒരിക്കൽ കൂടി പറയുന്നു, നഗരം വിടുക. ഞാൻ നോക്കാം. ഗായത്രി, മോളി ഒന്ന് കുറയ്ക്ക്. ആ ഇല്ലില്ല, ഇവിടെ പറഞ്ഞതാ. ആഹാ ഇല്ല, ഞാൻ വിളിച്ചില്ല. ചേട്ടന്റെ അടുത്തിങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ വീട് ഓർമ്മ വരുന്നത്. വീട്, കുടുംബം, അതൊക്കെ ഞാൻ എന്നേ മറന്ന കാര്യങ്ങളാ. സ്വന്തം വീഴ്ച കൊണ്ടല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയവന്റെ വേദനയാണ് എന്റെ മനസ്സ് നിറയെ. എന്നെ കുറിച്ച് ചേട്ടൻ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? തകർന്നു വീഴാറായ നമ്മുടെ വീട്ടിൽ ഞാനൊരു പെണ്ണൊറ്റയ്ക്ക്. ഗായത്രി, മതി. എന്നെ വീർപ്പും മുട്ടിച്ച് കീഴ്പ്പെടുത്താനാണെങ്കിൽ വേണ്ട, ഞാൻ പോകുന്നു. ചേട്ടാ, കഴിഞ്ഞതൊക്കെ നമുക്ക് മറന്നൂടെ? ചേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. എന്റെ മനസ്സിലെ പക മറവി എന്നൊരു വാക്കിൽ തീരുന്നതല്ല. ചിതൽ വിശംബരന്റെ മക്കൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല. അവർക്ക് ജീവിതമില്ല. നഗരത്തിൽ നിന്റെ ഹോർഡിങ് തിരിച്ചറിയുമ്പോൾ പോലീസ് നിന്നെ തേടി വരും, നിന്നെയും കൊല്ലും. ഓ, എവിടെങ്കിലും പോയി രക്ഷപ്പെട്. ഞാൻ ഇനി എവിടേക്കുമില്ല. പുതിയ ലോകത്തെ അറിയാത്ത ഒരു തരം ഭ്രാന്ത ചേട്ടന്റെ തലയില്. അതെ, ഭ്രാന്ത. എനിക്ക് മുഴുത്ത ഭ്രാന്ത. പോലീസിന്റെ വെടികൊണ്ട് അച്ഛന്റെ ദേഹത്ത് നിന്ന് തെറിച്ച ചോരയുടെ മണുണ്ട് ഈ ദേഹത്ത്. എനിക്ക് എന്തൊക്കെയാ നഷ്ടപ്പെട്ടത്? സ്വന്തമായൊരു പേരെങ്കിലുണ്ടോ? പല നാടുകളിൽ പല വേഷങ്ങൾ കെട്ടിയാടുന്ന ഒരു കോമാളി. ഇനി ഞാൻ എവിടേക്കാ പോണ്ടേ? ചേട്ടന് ഞാനൊരു ഭാരമാണ്, ഒരു ബാധ്യതയാണല്ലേ? എത്ര പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. കാലം ചേട്ടന്റെ മനസ്സിലെ മുറിവുണക്കിയെന്ന് ഞാൻ കരുതി. എനിക്ക് തെറ്റി. ഇല്ല, ഇനി ഞാൻ തേടി വരില്ല. വളരെ കുറച്ചു ദിവസങ്ങൾ, അതുകൂടി കഴിയുമ്പോ ഞാൻ മടങ്ങിക്കോളാം.
പഴയകാല ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ നിർബന്ധിച്ചു. എനിക്ക് എത്തപ്പെടാൻ കഴിയാത്തത്ര അകലത്തിലായിരുന്നു ചേട്ടൻ. കുട്ടിക്കാലം മുതൽ മനസ്സിൽ കണ്ട ചേട്ടനെ അല്ല അവിടെ കണ്ടത്, തികച്ചും വ്യത്യസ്തനായ ഒരാൾ. 2 വയസ്സിൽ അനാഥയായ എനിക്ക് ആകെയുള്ള ബന്ധു എന്റെ ചേട്ടനാ. പക്ഷെ അയാൾക്ക് ഭയമാണ് എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന്. എന്നോട് മടങ്ങിപ്പോവാനാണ് ചേട്ടൻ പറഞ്ഞത്. നീ നഗരത്തിൽ എന്നെ തേടി വന്നത് തെറ്റ്. ഇനി എൻ്റെ പിന്നാലെ വരരുത്. നീ ഞാനും കുഴപ്പത്തിൽപ്പെടും. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. നീ ആരാണെന്ന് തെളിയിക്കുന്നൊന്നും ഇവിടെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നെ വേട്ടയാടാൻ അവർ നിന്നെ കരുവാക്കുമോളെ. ഇനിയും വൈകിക്കൂടാ. അന്തിമമായ പോരാട്ടം ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. എല്ലാ അധികാര കേന്ദ്രങ്ങളും കൊഴിഞ്ഞു വീഴുന്ന സമുദ്രസുന്ദര ലോകം പടുത്തുയർത്താൻ. ശരത്, ഇനി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം അറിഞ്ഞുകൊണ്ട് എനിക്ക് നിന്നെ ഫേസ് ചെയ്യാൻ വയ്യ. അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായവന്റെ പെങ്ങൾക്ക് നീ ഏത് പദവിയാ ഇനി നീക്കി വെക്കുന്നത്? നിനക്കിനി എല്ലാം പോലീസിൽ അറിയിക്കാം. ഞാൻ സാക്ഷി പറയാം. നിന്റെ നിരപരാധിത്വം ലോകം അറിയണം. ശരത്, അത് വേണം. അത് വേണം ശരത്. ഇല്ല, ഒരു പോലീസിന് ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം എൻ്റെ അച്ഛനെ കൊന്നവനെ ജീവനോട്.